ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു 100 ഡേ സ്റ്റഡി ചലഞ്ച്. നമ്മുടെ സ്റ്റഡി ചലഞ്ചിന്റെ 13ാമത്തെ ദിവസമാണ് ഇന്ന്. അടുത്തതായി ലൈഫ് സയൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ലൈഫ് സയൻസിൽ ഇനി കോശദ്രവ്യവും ജീവദ്രവ്യവും എന്ന ഭാഗമാണ് നോക്കാനുള്ളത്. കോശദ്രവ്യവും ജീവദ്രവ്യവും ശരീര നിർമ്മാണത്തിന്റെ അടിസ്ഥാന ഘടകമാണ് പ്രോട്ടോപ്ലാസം. പ്രോട്ടോപ്ലാസം ജീവന്റെ കണിക ആണെന്ന് അഭിപ്രായപ്പെട്ടത് ടി.എച്ച്. ഹക്സ്ലി. പ്രോട്ടോപ്ലാസം എന്ന പദം രൂപീകരിച്ചത് ജെ.ഇ. പർക്കിൻജി. കോശസ്തരത്തിനുള്ളിലെ എല്ലാ പദാർത്ഥങ്ങളെയും ചേർത്ത് പറയുന്നത് ജീവദ്രവ്യം എന്നാണ്, പ്രോട്ടോപ്ലാസം എന്നാണ്. ജീവന്റെ അടിസ്ഥാന കണിക എന്നറിയപ്പെടുന്നത് ജീവദ്രവ്യമാണ്. ജീവദ്രവ്യത്തിൽ മർമ്മം ഒഴികെയുള്ള ബാക്കി ഭാഗം അറിയപ്പെടുന്നത് കോശദ്രവ്യം എന്നാണ്, അഥവാ സൈറ്റോപ്ലാസം. അപ്പം മർമ്മം കൂടെ ഉൾപ്പെട്ട ഭാഗം അറിയപ്പെടുന്നത് ജീവദ്രവ്യം എന്നും ബാക്കിയുള്ളത് മർമ്മം ഇല്ലാതെ ന്യൂക്ലിയസ് ഇല്ലാതെ അറിയപ്പെടുന്നത് സൈറ്റോപ്ലാസം എന്നാണ്. കോശങ്ങളുടെ ഉൾഭാഗത്ത് അർദ്ധദ്രാവകാവസ്ഥയിലുള്ള കോശദ്രവ്യം നിറഞ്ഞിരിക്കുന്നു, അഥവാ സൈറ്റോപ്ലാസം ഉൾഭാഗത്ത് നിറഞ്ഞിരിക്കുന്നു. സസ്യകോശങ്ങളിലും ജന്തുകോശങ്ങളിലും കോശപ്രവർത്തനങ്ങൾ നടക്കുന്നത് പ്രധാനമായും കോശദ്രവ്യത്തിൽ വെച്ചാണ്. കോശത്തിനുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവാവസ്ഥയിലുള്ള ഭാഗം കോശദ്രവ്യം. ജീവൽ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും കോശദ്രവ്യത്തിലുണ്ട്. ഒരു കോശത്തെ ജീവൽ പ്രവർത്തനാവസ്ഥയിൽ നിലനിർത്തുന്നത് കോശദ്രവ്യത്തിൽ നടക്കുന്ന വിവിധ രാസപ്രവർത്തനങ്ങളാണ്. നമുക്ക് ജീവസ്തരത്തിനെ കുറിച്ച് നോക്കാം. കോശത്തിനും മർമ്മത്തിനും മിക്ക കോശാംഗങ്ങൾക്കുമുള്ള സ്തരാവരണമാണ് ജീവസ്തരങ്ങൾ. കോശങ്ങൾ തമ്മിൽ കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലും കോശങ്ങൾ തമ്മിലും കോശാംഗങ്ങളും കോശദ്രവ്യവും തമ്മിലും പദാർത്ഥവിനിമയം നിയന്ത്രിക്കുന്നത് ഈ സ്തരങ്ങളാണ്. ആവശ്യമായ പദാർത്ഥങ്ങളെ മാത്രം കടത്തിവിടുന്നതിനാൽ ജീവസ്തരങ്ങൾ അറിയപ്പെടുന്നത് വർണ്ണധാര്യസ്തരങ്ങൾ അഥവാ അല്ലെങ്കിൽ അർദ്ധധാര്യസ്തരങ്ങൾ എന്നാണ്, അഥവാ സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ജീവസ്തരങ്ങൾ അറിയപ്പെടുന്നത് സെമി പെർമിയബിൾ മെംബ്രെയിൻ എന്നാണ്. കാരണം അവ എല്ലാ വസ്തുക്കളെയും കടത്തിവിടുന്നില്ല, ആവശ്യമുള്ളത് മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ഇനി അടുത്തതാണ് കോശാംഗങ്ങൾ. ജീവധർമ്മങ്ങളുടെ നിർവഹണത്തിനായി കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന സവിശേഷ ഘടകങ്ങളാണ് കോശാംഗങ്ങൾ, അഥവാ സെൽ ഓർഗണൽസ്. ഇനി നമുക്ക് ഓരോ സെൽ ഓർഗണൽസിനെ കുറിച്ച് നോക്കാം. ആദ്യത്തേത് മൈറ്റോകോൺട്രിയ. ഊർജ നിർമ്മാണത്തിനും സംഭരണത്തിനും സഹായിക്കുന്ന കോശാംഗം അഥവാ സെൽ ഓർഗണലാണ് മൈറ്റോകോൺട്രിയ. ഓക്സിജനെയും പോഷക ഘടകങ്ങളെയും ഊർജമാക്കി മാറ്റുന്ന കോശാംഗം മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയിൽ ഊർജം സംഭരിക്കുന്നത് ATP തന്മാത്രകളായിട്ടാണ്. ഏതൊരു ജീവിത പ്രക്രിയക്കുമുള്ള ഊർജം ലഭിക്കുന്നത് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റിൽ നിന്നാണ്, അഥവാ ATPയിൽ നിന്നാണ്. ATP സംശ്ലേഷണം അഥവാ ATP സിന്തസൈസ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഭാഗം മൈറ്റോകോൺട്രിയയാണ്. മൈറ്റോകോൺട്രിയയുടെ എണ്ണം കോശത്തിനുള്ളിൽ നടക്കുന്ന ശരീരധർമ്മ പ്രവർത്തനങ്ങൾക്കനുസൃതമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഊർജാവശ്യം കൂടുതലുള്ള കരൾ, തലച്ചോർ, പേശികൾ എന്നിവയിലെ കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം മൈറ്റോകോൺട്രിയയാണ്. വായു ശ്വസനം നടക്കുന്നത് മൈറ്റോകോൺട്രിയയിൽ വെച്ചാണ്. മൈറ്റോകോൺട്രിയയുടെ വലിപ്പത്തിലും ആകൃതിയിലും വളരെയധികം വ്യത്യാസം കാണപ്പെടുന്നു. നീണ്ട അറ്റം ഉരുണ്ട ആകൃതിയിലോ അല്ലെങ്കിൽ ദണ്ഡാകൃതിയിലോ കാണപ്പെടുന്നു. ഇവ ഇരട്ട സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇരട്ട സ്തരം, ഇതാണ് ഔട്ടർ. ഈ കാണുന്ന ഓറഞ്ച് കളറിലുള്ളതാണ് ഔട്ടർ മെംബ്രെയിൻ. അതിന്റെ ഉള്ളിൽ ഈ യെല്ലോ കളറിലുള്ളതാണ് ഇന്നർ മെംബ്രെയിൻ. ഇതാണ് മൈറ്റോകോൺട്രിയയുടെ പിക്ചർ. മൈറ്റോകോൺട്രിയയുടെ ബാഹ്യസ്തരവും ആന്തരസ്തരവും ഇതിന്റെ ഉൾഭാഗത്തെ ബാഹ്യ അറയും ആന്തര അറയുമായി വേർതിരിച്ചിരിക്കുന്നു. അപ്പൊ ഉള്ളിലൊരു ആന്തര അറ, അതുപോലെ ഒരു ബാഹ്യ അറ എന്ന രീതിയിൽ വേർതിരിച്ചിരിക്കുന്നത് ഈ രണ്ട് മെംബ്രെയിൻ ആണ്, ഉള്ളിലുള്ള മെംബ്രെയിനും അതുപോലെ പുറത്തുള്ള മെംബ്രെയിനും. ബാഹ്യസ്തരം തുടർച്ചയായതും മൈറ്റോകോൺട്രിയയുടെ അതിർവരമ്പായി നിലകൊള്ളുന്നതുമാണ്. മൈറ്റോകോൺട്രിയയുടെ ആന്തര അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രാവകമാണ് മെട്രിക്സ്. അപ്പോൾ ഈ കാണുന്ന ഈ ദ്രാവകം പോലെയുള്ള ഇതാണ് മെട്രിക്സ്. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിൽ നിന്നും മെട്രിക്സിലേക്കുള്ള
നീണ്ടു നിൽക്കുന്ന മടക്കുകൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളാണ് ക്രിസ്റ്റേ അല്ലെങ്കിൽ ക്രിസ്റ്റുകൾ. ഈ കാണുന്ന മടക്കുകൾ പോലുള്ള ഭാഗമാണ് ക്രിസ്റ്റേ എന്ന് പറയുന്നത്. ഇനി ക്രിസ്റ്റേകളുടെ ധർമ്മം മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിലെ ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. ഇങ്ങനെ മടക്ക് പോലെ നിൽക്കുമ്പോൾ ഉപരിതല വിസ്തീർണം കൂടും. അപ്പോൾ അതിനാണ് ക്രിസ്റ്റന്റെ പ്രധാന ധർമ്മം ഉപരിതല വിസ്തീർണം വർദ്ധിപ്പിക്കുന്നതാണ്. അടുത്തത്, മാട്രിക്സിൽ വൃത്താകൃതിയിലുള്ള ഒരു DNA തന്മാത്ര, RNA തന്മാത്രകൾ, റൈബോസോമുകൾ, പ്രോട്ടീനുകൾ, നിർമ്മാണത്തിനാവശ്യമായ ഘടകങ്ങൾ എന്നിവയും കാണപ്പെടുന്നു. ഫിഷൻ അല്ലെങ്കിൽ വിഭജനം വഴി മൈറ്റോകോൺട്രിയകൾ ഇരട്ടിക്കുന്നു. മൈറ്റോകോൺട്രിയയുടെ ആന്തരസ്തരത്തിലും ക്രിസ്റ്റലുകളിലും പറ്റിപ്പിടിച്ചിരിക്കുന്ന ടെന്നീസ് റാക്കറ്റിന്റെ ആകൃതിയിലുള്ള വസ്തുക്കളാണ് ഓക്സിസോമുകൾ അഥവാ FOFI കണികകൾ. മൈറ്റോകോൺട്രിയ എന്ന പദം നിർദ്ദേശിച്ചത് കാൾ ബെൻഡ് ആണ്. അപ്പൊ മൈറ്റോകോൺട്രിയയുടെ പിക്ചർ ഇതാണ് വരുന്നത്. ഇതാണ് ബാഹ്യസ്തരം, ഇത് ഉള്ളിലെ ആന്തരിക സ്തരം, പിന്നെ മാട്രിക്സ്, ക്രിസ്റ്റേ, പിന്നെ ഇതിനിടക്ക് കാണുന്ന ഗ്രാന്യൂൾസ്, റൈബോസോംസ് എന്നൊക്കെ പറയുന്നതുണ്ട്. അത് നമുക്ക് പഠിക്കാം. പിന്നെ ATP സിന്തസിസ് പാർട്ടിക്കിൾ, ഇതിൽ കാണുന്ന ഇതാണ്. നമുക്ക് അടുത്തത് നോക്കാം. അന്തർദ്രവ്യജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. യൂക്യാരിയോട്ടിക് കോശങ്ങളുടെ കോശദ്രവ്യത്തിൽ ജാലിക രൂപേണ വ്യാപിച്ചു കിടക്കുന്ന വളരെ ചെറിയ കുഴലുകളുടെ സമൂഹമാണ് അന്തർദ്രവ്യജാലിക അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ കാണുന്നതാണ്. 2 ടൈപ്പ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, അതുപോലെ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലവും. ഇതിന്റെ ഇടയിൽ ഈ ചെറിയ ഇത് കാണുന്നതാണ് റൈബോസോംസ്. ഇനി അന്തർദ്രവ്യജാലികയിലൂടെയാണ് കോശത്തിനുള്ളിൽ പദാർത്ഥങ്ങൾ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. അതിനാൽ കോശത്തിനുള്ളിലെ സഞ്ചാരപാത എന്നറിയപ്പെടുന്നത് അന്തർദ്രവ്യജാലികയാണ്. അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനെ സഞ്ചാരപാത എന്നാണ് പറയുന്നത്. കോശത്തിനുള്ളിൽ പദാർത്ഥ സംവഹനം നടക്കുന്ന ഭാഗമാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. കോശത്തിന് ദൃഢതയും ആകൃതിയും നൽകുന്നതിനാൽ കോശാസ്ഥികൂടം എന്നും വിളിക്കുന്നു. അഥവാ സൈറ്റോസ്കെലിട്ടൺ എന്ന് വിളിക്കുന്നത് അന്തർദ്രവ്യജാലികയെ അഥവാ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തെയാണ്. ഇവ കോശത്തിനകത്തുള്ള സ്ഥലം 2 വ്യക്തമായ അറകളായി വേർതിരിക്കുന്നു. ലൂമിനൽ ഭാഗവും അതുപോലെ എക്സ്ട്രാ ലൂമിനൽ ഭാഗവും. അന്തർദ്രവ്യജാലികയുടെ ഉൾഭാഗത്തെയാണ് ലൂമിനൽ ഭാഗം എന്ന് പറയുന്നത്. അന്തർദ്രവ്യജാലികയുടെ പുറംഭാഗത്തെ എക്സ്ട്രാ ലൂമിനൽ ഭാഗം എന്നാണ് പറയുന്നത്. അഥവാ ഈ പുറംഭാഗമാണ് കോശദ്രവ്യം. ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്ന അന്തർദ്രവ്യജാലികയാണ് പരുപരുത്ത അന്തർദ്രവ്യജാലിക അഥവാ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പ്രത്യേകത റൈബോസോമുകൾ പറ്റിപ്പിടിച്ചിട്ടുണ്ടാകും. അപ്പൊ ഇത് ഈ പിക്ചറിൽ കണ്ടാൽ മനസ്സിലാവും. ഇതാണ് റൈബോസോംസ്. ഇതുള്ള ഭാഗം റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇനി അന്തർദ്രവ്യജാലികയുടെ ബാഹ്യപ്രതലത്തിൽ റൈബോസോമുകൾ കാണപ്പെടാത്ത അന്തർദ്രവ്യജാലികയാണ് മിനുസ അന്തർദ്രവ്യജാലിക അല്ലെങ്കിൽ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. മാംസ്യ സംശ്ലേഷണം അഥവാ പ്രോട്ടീൻ സിന്തസിസ്, സ്രവിപ്പിക്കൽ, സെക്രീഷൻ എന്നീ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന കോശങ്ങളിലാണ് RER റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണുന്നത്. ഇവ മർമ്മത്തിന്റെ ബാഹ്യസ്തരത്തിന് തുടർച്ചയായി വ്യാപിച്ചു കിടക്കുന്നു. അതായത് പ്രോട്ടീൻ സിന്തസിസും സെക്രീഷൻസ് എന്നീ ധർമ്മങ്ങളൊക്കെ ചെയ്യുന്ന കോശങ്ങളുണ്ട്. ഈ കോശങ്ങളിലാണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കാണപ്പെടുന്നത്. ഇവ മർമ്മത്തിന്റെ ബാഹ്യസ്തരത്തിന് തുടർച്ചയായി വ്യാപിച്ചു കിടക്കും. ഇനി ലിപ്പിഡുകളുടെ സംശ്ലേഷണം അഥവാ ലിപ്പിഡ് സിന്തസിസ് നടത്തുന്ന പ്രധാന കോശാംഗമാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ജന്തുകോശങ്ങളിൽ ലിപ്പിഡുകളെ പോലെയുള്ള സ്റ്റിറോയിഡ് ഹോർമോണുകളെ ഇവ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ലിപ്പിഡുകളുടെ സിന്തസിസ് നടത്താനും അതുപോലെ സ്റ്റിറോയിഡ്സ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനൊക്കെ സഹായിക്കുന്നത് ഈ സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. ഇനി അടുത്ത പ്രധാനപ്പെട്ടതാണ് റൈബോസോം. പ്രോക്യാരിയോട്ടിക് കോശങ്ങളിലും യൂക്യാരിയോട്ടിക് കോശങ്ങളിലും കാണപ്പെടുന്ന സ്തരാവരണമില്ലാത്ത കോശാംഗമാണ് റൈബോസോം. ഇതിന് സ്തര ആവരണമില്ല, അതായത് മെംബ്രെയിൻ ഇല്ല. കോശത്തിൽ മാംസ്യ സംശ്ലേഷണം നടക്കുന്ന ഭാഗം അഥവാ
പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന ഭാഗം റൈബോസോമാണ്. റൈബോസോമുകൾ കാണപ്പെടുന്നത് കോശദ്രവ്യം, അന്തർദ്രവ്യജാലിക, ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ എന്നിവയിലാണ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തോട് ചേർന്നോ കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ കാണപ്പെടുന്ന കോശാംഗമാണ് റൈബോസോംസ്. റൈബോന്യൂക്ലിക് ആസിഡും പ്രോട്ടീനുകളും കൊണ്ടാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ റൈബോസോമിനും വലുതും ചെറുതുമായ രണ്ട് ഉപയൂണിറ്റുകളുണ്ട്. യൂക്കാരിയോട്ടിക് റൈബോസോമുകൾ 80S വിഭാഗത്തിലും പ്രോകാരിയോട്ടിക് റൈബോസോമുകൾ 70S വിഭാഗത്തിലും പെടുന്നു. 80S റൈബോസോമുകളുടെ ഉപയൂണിറ്റുകളാണ് 60S അതുപോലെ 40S. 70S റൈബോസോമുകളുടെ ഉപയൂണിറ്റുകളാണ് 50S 30S. ഇനി SCRT പ്രകാരം 50S അതുപോലെ 40S എന്ന് പറയുന്നുണ്ട്. ഇനി ഈ എസ് എന്ന് പറഞ്ഞാൽ സെഡ്ബർഗ് യൂണിറ്റ്, സെഡിമെന്റേഷൻ കോയിഫിഷ്യന്റിനെയാണ് ഈ എസ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇത് സാന്ദ്രതയുടെയും വലിപ്പത്തിന്റെയും തോത് കണക്കാക്കുന്നു. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ സെഡ്ബർഗ് യൂണിറ്റ് ആണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയതാണ് ഗോൾഗി കോംപ്ലക്സ്. രാസാഗ്നികൾ, ഹോർമോണുകൾ, ശ്ലേഷ്മസ്തരം തുടങ്ങിയ കോശദ്രവ്യങ്ങളെ ചെറു സ്തരസഞ്ചികളിലാക്കുന്ന കോശാംഗങ്ങളാണ് ഗോൾജി കോംപ്ലക്സ് അല്ലെങ്കിൽ ഗോൾഗി കോംപ്ലക്സ്. ഇതാണ് ഇതിന്റെ പിക്ചർ വരുന്നത്. ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കാമില്ലോ ഗോൾജിയാണ്. 1898 ഇത് കണ്ടെത്തിയത്. ഗ്രന്ഥി കോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗമാണ് ഗോൾഗി കോംപ്ലക്സ്. ഇവയിൽ 0.5 മൈക്രോമീറ്റർ മുതൽ 1 മൈക്രോമീറ്റർ വരെയുള്ള പരന്ന ഡിസ്ക് ആകൃതിയോട് കൂടിയ നേർത്ത സ്തരസഞ്ചികൾ ഒന്നിനു പുറത്ത് ഒന്നായി സമാന്തരമായി ക്രമീകരിച്ചിരിക്കുന്നു. ഗോൾജി കോംപ്ലക്സുകളിൽ കാണപ്പെടുന്ന സ്തരസഞ്ചികളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കും. മർമ്മത്തിന് അടുത്തായി ഗോൾജി സ്തരസഞ്ചികൾ ഏകീകൃത രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പൊ ഈ പറയുന്നതാണ്, ഈ രീതിയിലുള്ള സഞ്ചി പോലെയുള്ളതിനെയാണ് ഈ പറയുന്നത്. ഇനി ഈ കേന്ദ്രീകരണത്തിൽ ഒരു കോൺവെക്സ് സിസ് വശവും അഥവാ രൂപീകരണ വശവും കോൺകേവ് ട്രാൻസ് വശവും അഥവാ പാകമാകുന്ന വശവും ഉണ്ട്. ഈ രണ്ട് വശങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. പദാർത്ഥങ്ങളുടെ പാക്കേജിംഗ് ആണ് ഗോൾജി വസ്തുക്കളുടെ പ്രധാന ധർമ്മം. ഇങ്ങനെ പൊതിയപ്പെടുന്ന വസ്തുക്കൾ കോശത്തിനകത്തോ കോശത്തിനു വെളിയിലോ സ്രവിക്കപ്പെടുന്നു. ഗോൾജി വസ്തുക്കളും അന്തർദ്രവ്യജാലികയും വളരെ അടുത്തടുത്തായി കാണപ്പെടുന്നതിന്റെ കാരണം അന്തർദ്രവ്യജാലികയിൽ നിന്നുമുള്ള പൊതിയപ്പെടേണ്ട പദാർത്ഥങ്ങൾ ചെറിയ സഞ്ചികളുടെ രൂപത്തിൽ ഗോൾജി വസ്തുക്കളുടെ രൂപീകരണ ഭാഗവുമായി കൂടിച്ചേരുന്നു. തുടർന്ന് ഈ പദാർത്ഥങ്ങൾ പാകമാകുന്ന ഭാഗത്തേക്ക് അഥവാ കോൺകേവ് ഭാഗത്തേക്ക് നീങ്ങുന്നു. ഇതാണ് ഇത് രണ്ടും ഒന്നിച്ച് കാണാനുള്ള കാരണം. അന്തർദ്രവ്യജാലികയുടെ പ്രതലത്തിൽ കാണപ്പെടുന്ന റൈബോസോമുകൾ നിർമ്മിക്കുന്ന വിവിധ പ്രോട്ടീനുകൾ ഗോൾജി വസ്തുക്കളുടെ രൂപീകരണ ഭാഗവുമായി അഥവാ കോൺവെക്സ് ഭാഗവുമായി കൂടിച്ചേർന്ന ശേഷം സ്തരസഞ്ചികളിൽ വെച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ശേഷം അവയെ ട്രാൻസ് വശത്തിലൂടെ പുറത്തേക്ക് വിടുന്നു. ഗോൾജി വസ്തുക്കൾ ഗ്ലൈക്കോപ്രോട്ടീനുകളുടെയും ഗ്ലൈക്കോലിപ്പിഡുകളുടെയും പ്രധാന നിർമ്മാണ കേന്ദ്രമാണ്. അപ്പം ഗ്ലൈക്കോപ്രോട്ടീനുകളുടെയും ഗ്ലൈക്കോലിപ്പിഡുകളുടെയും നിർമ്മാണ കേന്ദ്രം ഗോൾജി വസ്തുക്കളാണ്. മറ്റേ പ്രോട്ടീന്റെ നിർമ്മാണം, പ്രോട്ടീൻ സിന്തസിസ് കൂടുതലായി നടക്കുന്നത് റൈബോസോമിലാണ്, നമ്മൾ മുന്നേ പറഞ്ഞു. ഇനി അടുത്തതാണ് ഫേനം. ഒറ്റ സ്തരത്താൽ പൊതിയപ്പെട്ട കോശദ്രവ്യത്തിൽ കാണപ്പെടുന്ന അറകളാണ് ഫേനങ്ങൾ. ടോണോപ്ലാസ്റ്റ് എന്ന സവിശേഷ സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന കോശാംഗമാണ് ഫേനം അഥവാ വാക്യൂൾസ്. ജലം, ലവണങ്ങൾ, വിസർജ്യ വസ്തുക്കൾ എന്നിവ സംഭരിക്കുന്ന കോശാംഗമാണ് ഫേനം. സസ്യകോശത്തിന്റെ ഏകദേശം 90% ഭാഗവും ഫേനങ്ങൾ അടങ്ങിയിരിക്കുന്നു. സസ്യങ്ങളിൽ വിവിധ തരത്തിലുള്ള അയോണുകളുടെയും മറ്റു പദാർത്ഥങ്ങളെയും ഫേനത്തിനുള്ളിലേക്ക് അവയുടെ ഗാഢത കുറഞ്ഞ ഭാഗത്ത് നിന്ന് ഗാഢത കൂടിയ ഭാഗത്തേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നത് ഈ ടോണോപ്ലാസ്റ്റുകൾ എന്ന് പറയുന്ന സ്തരമാണ്. അതിനാൽ ഫേനങ്ങൾക്കുള്ളിൽ അയോണുകളുടെ ഗാഢത കോശദ്രവ്യത്തെ അപേക്ഷിച്ച് വളരെ കൂടുതലായിരിക്കും. മൃഗകോശങ്ങളിൽ ഫേനം സസ്യകോശത്തെ അപേക്ഷിച്ച് ചെറുതാണ്.
അമീബകളിൽ വിസർജനത്തിന് സഹായിക്കുന്നത് സങ്കോചഫേനം അഥവാ കോൺട്രാക്റ്റൈൽ വാക്യൂൾ ആണ്. ഇനി പ്രൊട്ടിസ്റ്റുകളുടെ കോശങ്ങളിൽ ആഹാരകണികകളെ വിഴുങ്ങുന്നത് മൂലം ഭക്ഷണഫേനം ഫുഡ് വാക്യൂൾ ഉണ്ടാകാറുണ്ട്. ഇനി അടുത്തതാണ് ജൈവകണങ്ങൾ. സസ്യകോശങ്ങളിലും യുഗ്ലിനോയിഡുകളിലും കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിഡ്സ്. ഇത് സസ്യകോശങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. ജൈവകണങ്ങളിൽ പ്രത്യേക തരത്തിലുള്ള വർണ്ണവസ്തുക്കൾ ഉള്ളതുകൊണ്ട് ഇവ സസ്യങ്ങൾക്ക് വൈവിധ്യമാർന്ന നിറങ്ങൾ നൽകുന്നു. ജൈവകണങ്ങളെ വർണ്ണവസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തേത് ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ്. രണ്ടാമത്തേത് കണം ക്രോമോപ്ലാസ്റ്റ്. അടുത്തത് ശ്വേതകണം ല്യൂക്കോപ്ലാസ്റ്റ്. നമുക്ക് ഓരോന്നും നോക്കാം. ഹരിതകണം പ്രകാശ സംശ്ലേഷണം നിർവഹിക്കുന്ന ജൈവകണമാണ് ഹരിതകണം. ഹരിത സസ്യങ്ങളിൽ ഹരിതകണം കൂടുതലായും ഇലകളിലെ മീസോഫിൽ കോശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇവ ലെൻസിന്റെ ആകൃതിയിലോ ഗോളാകൃതിയിലോ അണ്ഡാകൃതിയിലോ ഡിസ്ക് പോലെയോ റിബൺ പോലെയോ വ്യത്യസ്ത ആകൃതികളിൽ കാണപ്പെടുന്നു. ഇവക്ക് 5 മുതൽ 10 മൈക്രോമീറ്റർ നീളവും അതുപോലെ 2 മുതൽ 4 മൈക്രോമീറ്റർ വീതിയുമാണുള്ളത്. ഹരിതകണത്തിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുക്കൾ ഹരിതകം, ക്ലോറോഫിൽ 2, അതുപോലെ കെരോട്ടിനോയിഡ്. ഇത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ സൗരോർജത്തെ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഹരിതകണത്തിൽ കാണുന്ന വർണ്ണകങ്ങളാണ് ക്ലോറോഫിലും അതുപോലെ കെരാട്ടിനോയിഡും. ഈ കെരാട്ടിനോയിഡ് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ ഊർജത്തെ സൂര്യനിൽ നിന്നും വലിച്ചെടുക്കുന്നത് കെരാട്ടിനോയിഡ്സ് ആണ്. ഇനി ഹരിതകണം ഇരട്ട സ്തരത്താൽ ആവരണം ചെയ്യപ്പെട്ട കോശാംഗമാണ്. ഇവയിൽ ആന്തരസ്തരത്തിന് ബാഹ്യസ്തരത്തെ അപേക്ഷിച്ച് താര്യത കുറവാണ്. ഇനി അടുത്തത് ഹരിതകണത്തിന്റെ ആന്തരസ്തരത്തിനകത്തുള്ള സ്ഥലമാണ് സ്ട്രോമ. ഇതിൽ ധാരാളം പരന്ന സ്തരസഞ്ചികൾ ക്രമീകരിച്ചിരിക്കുന്നു. ഇവയാണ് തൈലക്കോയിഡ്സ്. തൈലക്കോയിഡുകൾ ഒന്നിനു മുകളിൽ ഒന്നായി നാണയങ്ങൾ അടുക്കിയിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ഈ അടുക്കാണ് ഗ്രാനം അഥവാ ഇന്റർഗ്രാനൽ തൈലക്കോയിഡ് എന്നറിയപ്പെടുന്നത്. ഗ്രാനകളിലെ തൈലക്കോയിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരന്ന സ്തരനാളികകളാണ് സ്ട്രോമ ലാമെല്ല. തൈലക്കോയിഡുകൾക്കുള്ളിലുള്ള സ്ഥലമാണ് ല്യൂമൻ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ പിക്ചറിൽ കാണുന്നതാണ്, ഇതാണ് ഇന്നർ മെംബ്രെയിൻ. പിന്നെ ഇന്റർ മെംബ്രെയിൻ ഇതിന്റെ ഉള്ളിൽ വരുന്ന ഇത് ഔട്ടർ മെംബ്രെയിൻ. അതുപോലെ സ്ട്രോമ ഈ ഭാഗമാണ് സ്ട്രോമ. പിന്നെ ഗ്രാനം എന്ന് പറയുന്നത് ഇതാണ് ഗ്രാനം. ഈ അടുക്കടുക്കാക്കി വെച്ചിട്ടുള്ളതാണ് തൈലക്കോയിഡ്. പിന്നെ ഇതാണ് ലാമെല്ല. അതുപോലെ ഇതാണ് ല്യൂമൻ. തൈലക്കോയിഡുകൾക്കുള്ളിലുള്ള സ്ഥലമാണ് ല്യൂമൻ. അതുപോലെ ഗ്രാനകളിലെ തൈലക്കോയിഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പരന്ന സ്തരപാളികളാണ് ഈ ലാമെല്ല എന്ന് പറയുന്നത്. ഇത് തൈലക്കോയിഡാണ്. ഇത് ഒന്നിച്ച് പറയുന്നതാണ്, ഇതാണ് ഗ്രാനം. അതായത് തൈലക്കോയിഡുകൾ ഒന്നിനു മുകളിൽ ഒന്നായി നാണയങ്ങൾ അടുക്കിയിരിക്കുന്നത് പോലെ കാണപ്പെടുന്നു. ഈ അടുക്കുകളാണ് ഗ്രാനം അഥവാ ഇന്റർഗ്രാനൽ തൈലക്കോയിഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കാർബോഹൈഡ്രേറ്റുകളും പ്രോട്ടീനുകളും നിർമ്മിക്കുന്നതിനാവശ്യമായ രാസാഗ്നികൾ, DNA തന്മാത്രകൾ, റൈബോസോമുകൾ എന്നിവ സ്ട്രോമയിൽ കാണപ്പെടുന്നു. ഹരിതകം കാണപ്പെടുന്നത് തൈലക്കോയിഡുകളിലാണ്. ഹരിതകം എ, ഹരിതകം ബി അഥവാ ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, കെരോട്ടിൻ, ക്സാന്തോഫിൽ എന്നീ വർണ്ണകങ്ങളാണ് ഗ്രാനയിലുള്ളത്. ഈ വർണ്ണകങ്ങളിൽ നേരിട്ട് പ്രകാശ സംശ്ലേഷണത്തിൽ പങ്കെടുക്കാൻ കഴിവുള്ളത് ഹരിതകം എക്ക് മാത്രമാണ്. മറ്റു വർണ്ണകങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എക്കുള്ളിലേക്ക് ഊർജം കൈമാറുന്നു. അതിനാൽ ഇവയെ സഹായക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഈ ഹരിതകം എ, ക്ലോറോഫിൽ എ മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ ഏർപ്പെടുന്നത്. ക്ലോറോഫിൽ ബിയും ക്സാന്തോഫിലും കെരോട്ടിനും ഒക്കെ ഊർജം വലിച്ചെടുത്ത് ഹരിതകം എക്കുള്ളിലേക്ക് നൽകുന്നു. ഇനി ക്ലോറോപ്ലാസ്റ്റുകളുടെ മുൻഗാമി എറ്റിയോപ്ലാസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത്. പ്രകാശം ലഭിക്കാത്ത പ്രോപ്ലാസ്റ്റിഡിൽ നിന്നും എറ്റിയോപ്ലാസ്റ്റ് രൂപം കൊള്ളുകയും പ്രകാശം ലഭിക്കുമ്പോൾ ഇവ ക്ലോറോപ്ലാസ്റ്റ് ആയി മാറുകയും ചെയ്യുന്നു. ഇനി അടുത്തതാണ് വർണ്ണകണം.
അഥവാ ക്രോമോപ്ലാസ്റ്റ്. വർണ്ണകണത്തിൽ കാണുന്നത് കൊഴുപ്പിൽ ലയിക്കുന്ന വർണ്ണവസ്തുക്കളായ കരോട്ടിനോയിഡുകളാണ്. പൂക്കൾ, ഫലങ്ങൾ എന്നിവക്ക് നിറം നൽകുന്നത് വർണ്ണകണമാണ്. വർണ്ണകണങ്ങളിലെ ചില വർണ്ണകങ്ങൾ നോക്കാം. സാന്തോഫിൽ മഞ്ഞ നിറം, അതുപോലെ കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം, ആന്തോസയാസിൻ ചുവപ്പ് നിറം, അതുപോലെ ലൈക്കോപ്പിൻ ചുവപ്പ് നിറം. തക്കാളിക്കൊക്കെ ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപ്പീനാണ്. അതുപോലെ സയാനിനാണ് ചുവപ്പ്, പർപ്പിൾ നിറങ്ങൾ നൽകുന്നത്. ഇനി അടുത്തത് നിറമില്ലാത്ത കണമാണ് ശ്വേതകണം. നിറമില്ലാത്ത ജൈവ കണങ്ങളാണ് ഇത്. ശ്വേതകണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ആഹാരവസ്തുക്കളുടെ സംഭരണം നടക്കുന്ന കോശങ്ങളിൽ, വേരുകൾ, ഭൂഗർഭ കാണ്ഡങ്ങൾ, ഈ കിഴങ്ങുവർഗ്ഗങ്ങൾ അഥവാ കിഴങ്ങുവർഗ്ഗങ്ങളിലൊക്കെയാണ് കാണപ്പെടുന്നത്. ആഹാര പദാർത്ഥങ്ങൾ സംഭരിച്ചു വെക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ജോലി. സ്റ്റാർച്ച്, ലിപ്പിഡ്, പ്രോട്ടീൻ എന്നിവ ഇവ സംഭരിക്കുന്നു. ഇനി അമൈലോപ്ലാസ്റ്റുകൾ, ഏലിയോപ്ലാസ്റ്റുകൾ, അല്യൂറോപ്ലാസ്റ്റുകൾ എന്നിവ വിവിധ തരം ശ്വേതകണങ്ങളാണ്. ഇനി അമൈലോപ്ലാസ്റ്റിനെ നോക്കാം. കാർബോഹൈഡ്രേറ്റുകൾ സംഭരിക്കുന്നത് അമൈലോപ്ലാസ്റ്റുകളാണ്. ഉരുളക്കിഴങ്ങ്, ഉദാഹരണത്തിന് ഉരുളക്കിഴങ്ങ്. ഇനി എലിയോപ്ലാസ്റ്റസ് ആണ് എണ്ണയും കൊഴുപ്പും സംഭരിക്കുന്നത്. അല്യൂറോപ്ലാസ്റ്റ് ആണ് പ്രോട്ടീനുകൾ സംഭരിക്കുന്നത്. ഇനി പഴങ്ങളുടെ നിറം, രുചി എന്നിവ മാറുന്നതിന് കാരണം നോക്കാം. പാകമാകുന്നതിനനുസരിച്ച് പഴങ്ങളിലെ ഹരിത കണങ്ങൾ അഥവാ ക്ലോറോപ്ലാസ്റ്റസ് വർണ്ണകണങ്ങളായി മാറുന്നു, ക്രോമോപ്ലാസ്റ്റ് ആയി മാറും. അത് പാകമാകുന്നതിനനുസരിച്ച് ക്രോമോപ്ലാസ്റ്റ് ആയി മാറുന്നു. അന്നജം പഞ്ചസാരയായും മാറുന്നു. ഇതാണ് പഴങ്ങളുടെ നിറം മാറ്റത്തിനും രുചി മാറ്റത്തിനും കാരണം. ഇനി അടുത്താണ് സൈറ്റോസ്കെലിട്ടൺ. കോശദ്രവ്യത്തിൽ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന പ്രോട്ടീൻ തന്തുക്കളുടെ ജാലികാ സമൂഹത്തെ കോശാസ്ഥികൂടം എന്ന് വിളിക്കുന്നു. താങ്ങു നൽകുക, ചലനത്തിന് സഹായിക്കുക, കോശത്തിന്റെ ആകൃതി നിലനിർത്തുക എന്നിവയാണ് ഇവയുടെ പ്രധാന ധർമ്മങ്ങൾ. അപ്പോൾ സൈറ്റോസ്കെലിട്ടൺ എന്ന് പറയുന്നത്, കോശാസ്ഥികൂടം എന്ന് പറയുന്നത് കോശദ്രവ്യത്തിൽ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന പ്രോട്ടീൻ തന്തുക്കളുടെ ജാലികാ സമൂഹത്തെയാണ് കോശാസ്ഥികൂടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് സസ്യകോശത്തിൽ നിന്നുള്ളത്. ഇതോടെ സസ്യകോശം എന്ന ടോപ്പിക് തീർന്നു. അപ്പോൾ ഇത്രയുമാണ് ബേസിക് ആയിട്ട് സസ്യകോശങ്ങളുടെ പഠിക്കാനുള്ളത്. ലൈഫ് സയൻസിലെ ഇന്നത്തെ ക്ലാസ് തീർന്നു. താങ്ക് യു.